ആരോഗ്യ സംരക്ഷണം മാ കെയറിലൂടെ. അത്യാധുനിക സൗകര്യങ്ങളുമായി മാ കെയർ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് പോളിക്ലിനിക്, ഇരിങ്ങാലക്കുട സൗത്ത് ബസാറിൽ. വിദഗ്ധ ഡോക്ടേഴ്സ് ആൻഡ് ടെക്നീഷ്യൻസ്, ഡെർമറ്റോളജി, എക്കോ, TMT, അൾട്രാസൗണ്ട് സ്കാനിംഗ്, എക്സ്റേ, ഫുള്ളി ഓട്ടോമേറ്റഡ് ലാബ്, ഫാർമസി, ഐ കെയർ, ഫിസിയോതെറാപ്പി ആൻഡ് യോഗ സെന്റർ എന്നീ സൗകര്യങ്ങൾ. എല്ലാ പരിശോധനകൾക്കും വൻ ഡിസ്കൗണ്ട്. Sunday open. Call 1800-120-3803. മാ കെയർ, precious life, priceless care. ദർശൻ മീഡിയ അവതരിപ്പിക്കുന്ന വോക്സ് ഏഞ്ചലസ് സീസൺ 3 പവർഡ് ബൈ ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ മാള. എല്ലാവരെയും 5th എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നക്ഷത്രങ്ങൾ വർണ്ണം വിതറുന്ന വാനിൽ ക്രിസ്മസ് സന്ദേശം എങ്ങും പ്രതിധ്വനിക്കുന്നതിന് നമ്മോട് കൂടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹലോ ഓൾ. സോ എല്ലാരും റെഡി അല്ലേ? യെസ്, ആ ഹായില് തന്നെ ഉണ്ട് ആ ഫുൾ എനർജി. സോ നിങ്ങൾ എല്ലാവരും സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ നിന്നല്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെ എല്ലാവരും സെയിം ഡിപ്പാർട്ട്മെന്റ്, അതോ അവിടുത്തെ സ്പെഷ്യൽ ക്വയർ ടീം, ബാൻഡ് എങ്ങനെയാണ്? സെയിം അല്ലേ? ഓക്കെ, ഒഫീഷ്യൽ സഹൃദയ കോളേജിന്റെ ഒഫീഷ്യൽ അഭിമാനമാണ് നിങ്ങളല്ലേ? ഇതിനു മുൻപ് എങ്ങനെ പരിപാടികൾ എങ്ങനെ പോവാറുണ്ടോ, അതോ കോളേജ് തന്നെ ആയിട്ട്? ഓ ഓക്കെ ഓക്കെ. സോ വീണ്ടും വോക്സ് ഏഞ്ചലസ് അല്ലേ? യെസ്. സോ നിങ്ങൾ ഇന്ന് പാടാൻ പോണ പാട്ട് ഏതാ? ഓക്കെ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. പുഞ്ചിരി
എൻചാൻറ്റിങ് പെർഫോമൻസ് ആയിരുന്നു നമ്മളിപ്പോൾ എൻജോയ് ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ ജഡ്ജസിന്റെ അഭിപ്രായങ്ങൾ ചോദിക്കാം. വണ്ടർഫുൾ സിംഗിങ് ഓൾസോ. താങ്ക് യു സർ. നിങ്ങൾ ആ ചിരിച്ച് പാടുമ്പോൾ അത് കൺവേ ചെയ്യുന്ന ഒരു ജോയ് ഉണ്ട് ഈ ലോകത്ത്. ദാറ്റ് ഈസ് വെരി വെരി പവർഫുൾ. നിങ്ങളുടെ ഏജിലുള്ള കുറച്ച് പേര് വന്നിട്ട് താരകം എന്താ ഈശോയെക്കുറിച്ച് ആ താരകത്തെക്കുറിച്ചൊക്കെ പാടുമ്പോൾ ദാറ്റ് ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് വാല്യൂ. എക്സലൻറ്റ് സിംഗിങ്, വളരെ മനോഹരമായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഞാൻ എങ്ങനെ ചിന്തിക്കായിരുന്നു, നമ്മൾ കാരൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ട്രഡീഷണൽ കാരൽസാണ്. കാരൽ സിംഗിങ് അങ്ങനത്തെ ഒരു മോഡലാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ സ്പോട്ടിഫൈ കേൾക്കുന്ന ഒരുപാട് ഇംഗ്ലീഷ് ട്രാക്സിനോട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ന്യൂ ജനറേഷനെ ഒരു പുതിയ കാരൽ സിംഗിങ് പഠിപ്പിച്ച ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് തോന്നിയത്. അത്ര മനോഹര ട്രാക്കായിരുന്നു നിങ്ങൾ പ്ലേ ചെയ്തത്. എന്തുമാത്രം സ്ലാപ്പ് ബാസുകളും ഒക്കെ അടങ്ങി ഭയങ്കര നല്ലൊരു എനർജി. സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് DJ ഒന്നും ചാടണമെന്നുണ്ടായിരുന്നു. അത്ര ജോയ്ഫുൾ ആയിരുന്നു ട്രാക്ക്. ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ ടു സീ. അതുപോലെ ഹാർമണൈസ് ചെയ്ത് പാർട്സ് പാടിയ 2 പേരായിരുന്നു അല്ലേ? അവർ 2 പേര്. ഓക്കെ ഓക്കെ. കാരണം എനിക്ക് ആകെ ഒരു പ്രശ്നമായിരുന്നു തോന്നിയത്, പാർട്സ് 2-3 പേര് 1-2 പേരും കൂടി കൂടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ കുറച്ചും കൂടി അത് പ്രോമിനൻ്റ് ആയേനെന്ന് എനിക്ക് തോന്നി ആ ഹാർമണൈസിങ് പാർട്ട്. അതർവൈസ് ഭയങ്കര ക്ലിയറും ഭയങ്കര ഫ്രഷായിരുന്നു നിങ്ങളുടെ വോയിസൊക്കെ ഒരുമിച്ച്. പിന്നെ എപ്പോഴും ഒരു ഹൈ, നിങ്ങളുടെ വോയിസിൻ്റെ ഒരു ഹൈ സൈഡിലേക്കാണ് നിന്നിരുന്നത്. പക്ഷേ വീണ്ടും ആ താരകത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഭയങ്കര സോഫ്റ്റായിട്ട് അത് എടുക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. എക്സലൻറ്റ് സിംഗിങ്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങളുടെ ടീമിൻ്റെ പേരെന്താ? ഞങ്ങൾ സഹൃദയ കോളേജിൽ നിന്നാണ് വരുന്നത്, കൊടകരയുള്ള. ഓക്കെ ഓക്കെ. അപ്പം നിങ്ങൾ ഒരേ ക്ലാസ്സിലുള്ളവരാണ്? അല്ലല്ല, ഫസ്റ്റ് ഇയേഴ്സ് ഉണ്ട്, തേർഡ് ഇയേഴ്സ് ഞങ്ങൾ ഒരു 7 പേരുണ്ട്. ബാക്കി എല്ലാവരും ഫസ്റ്റ് ഇയേഴ്സാണ്. വാവ്, സഹൃദയ കോളേജിനെ അഭിമാനിക്കാലോ. നല്ലൊരു ക്വയർ അവിടെ ഉണ്ടല്ലോ. ഗ്രേറ്റ്. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുപോലെ ആ പാട്ടിലെ ചില നല്ല കോഡ്സ്, നല്ല പ്രോഗ്രഷൻസും ഒക്കെ ആ പാട്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ശരിക്കും ആ സിംഗിങ്ങും കറക്റ്റായിട്ട് ആ കോഡ്സിന് അലോങ് വിത്ത് ദറ്റ് കോഡ്സാണ് നിങ്ങൾ വന്നതൊക്കെ. കുഞ്ഞു ട്രാൻസിഷൻസ് ഉണ്ട്, കുഞ്ഞു ആഡ് ഓൺസ് ഉണ്ട് നിങ്ങളുടെ പാർട്സിൻ്റെ. എസ്പെഷ്യലി ആ സുധനൊരുക്കിയ ആ ഭാഗത്തൊരു കുഞ്ഞു സാധനമില്ലേ, അതൊക്കെ സമ്മാനം പാടുമ്പോൾ അത് തന്നെ അതൊക്കെ ഭയങ്കര രസമാണ്. പാട്ടിന് ഈ പുട്ടിനിടയിലൊരു തേങ്ങ ഇടുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു അതൊക്കെ. എനിവേ, എക്സലൻറ്റ് സിംഗിങ് കേട്ടോ. വണ്ടർഫുൾ, ഗ്രേറ്റ് പെർഫോമൻസ്. ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. താങ്ക് യു മാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങളിങ്ങനെ പാടുമ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക്കലി തല അങ്ങ് ബോപ്പ് ചെയ്ത് പോകുമായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു ആക്ച്വലി. എന്താ പറയുക, ഒരു ബൗൺസി ക്രിസ്മസ് ഫീലായിരുന്നു നിങ്ങൾ പാടുന്ന സമയത്ത്. എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ പറയാം. കോഡ് പ്രോഗ്രഷൻ വളരെ നല്ലതായിരുന്നു, പാട്ടിൻ്റെ തന്നെ നല്ലതായിരുന്നു. നിങ്ങളുടെ ഹാർമണി അതിനോട് കോംപ്ലിമെൻ്റ് ചെയ്ത് പോകുന്ന ഹാർമണി ആയിരുന്നു. അതായത് നിങ്ങളൊരു ട്രഡീഷണൽ ഒരു ഹാർമണി മെത്തേഡ് എടുക്കാതെ നിങ്ങൾ കുറച്ച് അൺകൺവെൻഷണൽ ആയിട്ട് നിങ്ങൾ ഹാർമണി ചെയ്തു. അതൊരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ഹാർമണിയുടെ കാര്യം തന്നെ പറയാം. ഇടയ്ക്ക് ഇച്ചിരി അൺക്ലിയർ ആയിട്ട് ചില ഭാഗത്ത് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളൊരു മോർ നമ്പർ ഓഫ് ആൾക്കാരെ ഹാർമണി പാടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നേനെ. കാരണം ചില സമയത്ത് ഹാർമണി മെലഡിയുടെ ഇടയിൽ മുങ്ങി പോകുന്നുണ്ടായിരുന്നു. അത് മാത്രമാണ് എനിക്കൊരു ഹാർമണിയുടെ കേസിൽ തോന്നിയത്. അറേഞ്ച്മെൻറ്റ് ആരാ ചെയ്തത്? അറേഞ്ച്മെൻറ്റ് ഈ ഹാർമണി ആരാ ചെയ്തത് ബേസിക്കലി? ബേസിക്കലി ഇത് നൊട്ടേഷനിലുള്ളതാണ്. ടെനറിന്റെ നൊട്ടേഷനിലുള്ളതാണ്. നമുക്ക് പാർട്സ് SATB പാർട്സ് വരുമ്പോൾ ടെനറിലുള്ള ഒരു പാർട്സ് തന്നെയാണ് പാടിയത്. ഓക്കെ ഓക്കെ. അപ്പോൾ 1-2 പേരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് രസമായിരുന്നത് അല്ലേ? പക്ഷേ യു ഡിഡ് എ വണ്ടർഫുൾ ജോബ്. 2 പേരെ വെച്ച് അത്രയും നിങ്ങൾ എത്തിച്ചല്ലോ. ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. പിന്നെ ഇടയ്ക്ക് ചില ലിറിക്സിൽ ചില സ്ഥലത്ത് നല്ല ഫാസ്റ്റ് ഡെലിവറി വരുന്ന വേർഡ്സിൻ്റെ അത് നിങ്ങൾ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. അതായത് ഒട്ടും വേർഡ്സ് മമ്പിൾ ചെയ്യാതെ നിങ്ങളുടെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും. അത്ര തന്നെ. ലൈക്ക് നിങ്ങളുടെ ഓവറോൾ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു. ഈ ക്രിസ്മസിൻ്റെയൊക്കെ ഒരു റെലവൻസ് യുവതികളുടെ ഇടയിലൊക്കെ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടം. അതായത് ക്രിസ്മസിൻ്റെ പെരിഫറലായിട്ടുള്ള ആഘോഷങ്ങൾ മാത്രമേ ഉള്ളൂ.
സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു വലിയ മെസ്സേജ് കൊടുക്കാനോ ഒന്നും യൂത്തിനിടയിൽ ഇന്നത്തെ ക്രിസ്മസിന് സാധിക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ക്രിസ്തു റെലവൻ്റ് അല്ലാതായി വരുന്നൊരു കാലഘട്ടത്തിൽ നിങ്ങൾ ഈ ഒരു ഏജിലുള്ള കുറച്ച് പേര് ആ ക്രിസ്തുവിനെ കുറിച്ച് പാടാനും പ്രഘോഷിക്കാനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്, ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ടു സീ. All the best. Thank you so much. And Merry Christmas to you. Merry Christmas to you too. ഈ അടിപൊളി പെർഫോമൻസ് കാഴ്ചവെച്ചത് സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലത്തെ ടീമാണ്. നമുക്ക് അവരുടെ എക്സ്പീരിയൻസിനെ പറ്റി ചോദിക്കാം. വീണ്ടും ഹായ് ഓൾ. സോ എങ്ങനെയുണ്ടായിരുന്നു വോക്സ് ഏഞ്ചൽസിലത്തെ ആ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. യെസ്, ആ എനർജിയും വീണ്ടും കാണാം. ഇപ്പൊ ഞങ്ങളിപ്പോ പാട്ട് കേൾക്കുമ്പോഴും ജഡ്ജസ് പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമ വൈബ് പോലത്തെ ഒരു സോങ് തന്നെയായിരുന്നു. കരോൾ സോങ് ആണെങ്കിൽ കൂടി ഒരു സിനിമാറ്റിക് ഫീൽ തരുന്ന രീതിയിലായിരുന്നു നിങ്ങൾ എല്ലാവരും പാടിയത്. ഇപ്പൊ ജഡ്ജസും വീണ്ടും പറയുകയുണ്ടായി, ലൈക്ക് അവർക്കും ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ കയറി ഡാൻസ് കളിക്കും. അതുപോലെ ഞങ്ങൾക്കും ചെറുതായിട്ട് ആടാനും പാടാനും ഒക്കെ തോന്നി. അത്രയ്ക്കും ഒരു എനർജറ്റിക്, ഒരു മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ് ആയിരുന്നു. സോ ഇനി വീണ്ടും ഇതുപോലെ തന്നെ പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. Thank you.